ഇത് കണ്ടോ, ഇന്ന് നമുക്ക് സൂപ്പർ ഒരു കേക്ക് ഉണ്ടാക്കാമേ. വെറും 4 ഇൻഗ്രീഡിയൻസേ ഉള്ളേ. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ മക്കൾക്ക് ചായയുടെ കൂടെ 4 മണിക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണേ. അങ്ങനെ 2 മുട്ട എടുത്ത് ഞാൻ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാമേ. അതിനുശേഷം ഒരു 2 to 3 ഡ്രോപ്സ് വാനില എസൻസ് കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത ശേഷം പിന്നീട് നമ്മൾ ചേർക്കുന്നത് 1/2 കപ്പ് മൈദയാണേ. മൈദ കുറേശ്ശെയായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാമേ. കട്ടയൊന്നും കൂടാതെ അത് നന്നായിട്ട് സ്മൂത്തായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ടേ. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ടേ. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാമേ. ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുത്ത ശേഷം ഞാൻ ഈ ബാറ്റർ ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് അലുമിനിയം പാത്രം വെച്ച് 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഒരു 40 to 50 മിനിറ്റ്സ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കൂടെ സൂപ്പർ ഒരു ചായയും ഉണ്ട്. അങ്ങനെ ഇന്നത്തെ ഈവനിങ് സ്നാക്ക് സൂപ്പറാണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.